ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ദിനങ്ങൾ, വിഭജനം എന്നിവ പ്രതിപാദിക്കുന്ന പ്രശസ്ത കൃതി ഏത്? സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ഇന്ത്യ ഡിവൈഡഡ്, ഇന്ത്യയെ കണ്ടെത്തൽ, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ഏത്? പാലക്കാട് ചുരം, കുട്ടനാട് പ്രദേശം, തൃശ്ശൂരിലെ കോൾ നിലയങ്ങൾ, വയനാട് പീഠഭൂമി. പാലക്കാട് ചുരം. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മഴക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്? വർഷകാലം, തുലാവർഷം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, ഇടവപ്പാതി. തുലാവർഷം. അപൂർവമായ പക്ഷിവർഗങ്ങളുടെ സങ്കേതം എന്ന പേരിൽ പ്രസിദ്ധമായ അരിപ്പ വനമേഖല ഏത് ജില്ലയിലാണ്? കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, എറണാകുളം. തിരുവനന്തപുരം. കുറിച്യർ ലഹളയിൽ കുറിച്യർക്കൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരന്ന ഗോത്ര ജനത ഏത്? കുറുമ്പൻ, മഹാമലസർ, ചോലനായ്ക്കർ, മലമ്പണ്ടാരം. കുറുമ്പൻ. തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് രൂപവൽകൃതമായത് ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ്? സേതു ലക്ഷ്മിഭായി, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ. ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1921 നടന്നത് എവിടെ? തൃശ്ശൂർ, പാലക്കാട്, ഒറ്റപ്പാലം, കൊച്ചി. ഒറ്റപ്പാലം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ നിന്ന് പുറത്തിറങ്ങിയ രഹസ്യ പത്രിക ഏത്? ആസാദി, സ്വതന്ത്ര ഭാരതം, റിപ്പബ്ലിക്, സോഷ്യലിസം. സ്വതന്ത്ര ഭാരതം. ഗോവയിലെ പ്രസിദ്ധമായ ബീച്ചുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന തീരം ഏത്? ഗുജറാത്ത് തീരം, മലബാർ തീരം, കൊങ്കൺ തീരം, കോറമാണ്ടൽ തീരം. കൊങ്കൺ തീരം. ഇന്ത്യയുടെ ഔദ്യോഗിക മുൻഗണനാ പട്ടികയിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം എത്രാമത്? ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത്, നാലാമത്. മൂന്നാമത്. ഏത് സംഘടനയുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഭീമൻ പാണ്ട? WWF, IUCN, ഗ്രീൻപീസ്, ലോബയാൻ. WWF. കേരളരാമം എന്നറിയപ്പെടുന്ന കൃതി ഏത്? മലബാർ മാനുവൽ, കൃഷ്ണഗാഥ, ഹോർത്തൂസ് മലബാറിക്യൂസ്, അധ്യാത്മരാമായണം. ഹോർത്തൂസ് മലബാറിക്യൂസ്. ജീവൻ രക്ഷാ മരുന്നുകളായ സ്റ്റിറോയിഡുകൾ തുടർച്ചയായി അമിത അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ജീവിതശൈലീ രോഗമേത്? ആമവാദം, അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം. പ്രമേഹം. മിശ്രിതങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? പഞ്ചസാര ലായനി, സോഡ, വായു, കൽക്കണ്ടം. കൽക്കണ്ടം. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളേവ? ആറ്റങ്ങൾ, തന്മാത്രകൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ. തന്മാത്രകൾ. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന പോഷകമേത്? സോഡിയം, പൊട്ടാസ്യം, ഇരുമ്പ്, അയഡിൻ. സോഡിയം. ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിക്ക് തുടക്കമിട്ട വർഷം ഏത്? 1962, 1972, 1974, 1967. 1962. നാഡീവ്യവസ്ഥയെ പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗമേത്? ടൈഫോയിഡ്, ടെറ്റനസ്, കുഷ്ഠരോഗം, കോളറ. കുഷ്ഠരോഗം. വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ അഥവാ ലോക്ജോ എന്ന ലക്ഷണം കാട്ടുന്നതിനാൽ ലോക്ജോ ഡിസീസസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഡിഫ്തീരിയ, മലേറിയ, ടെറ്റനസ്, ഫ്ലാഗ്. ടെറ്റനസ്. എത്ര വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ആണ് താലോലം പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നത്? 16 വയസ്സ്, 18 വയസ്സ്, 12 വയസ്സ്, 14 വയസ്സ്. 18 വയസ്സ്.